Good morning, my dear children. How are you? I think you are doing well. Yes, my dears, what we learned our previous class? Can you remember that? Say, what we learned? Yes, living things and non-living things. Okay. Then we had studied what the features of living things. What are the features? Yes, living things breathe, then living things grow, then living things eat food. അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് എന്തായിരുന്നു? ജീവനുള്ളവയായിരുന്നു അല്ലേ? ലിവിങ് തിങ്സ് ഹാവ് ലൈഫ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഹാവ് ലൈഫ് അല്ലേ? ജീവനില്ലാത്ത വസ്തുക്കളാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ വ്യത്യാസം നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ലിവിങ് തിങ്സ് ബ്രീത്ത്, ദെൻ നോൺ ലിവിങ് തിങ്സ് വാട്ട് ഹാപ്പൻ? യെസ്, ഡു നോട്ട് ബ്രീത്ത് അല്ലേ? ലിവിങ് തിങ്സ് ബ്രീത്ത് ചെയ്യും, പക്ഷേ നോൺ ലിവിങ് തിങ്സ് എന്താണ്? ബ്രീത്ത് ചെയ്യില്ല. That is the first point. And can you say the second point? Yes, living things grow. Then non-living things, yes, do not grow. അല്ലേ? ലിവിങ് തിങ്സ് വളരുന്നു നമ്മൾ പഠിച്ചു, നോൺ ലിവിങ് തിങ്സ് അവർക്ക് വളരാൻ കഴിയില്ല എന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു? ലിവിങ് തിങ്സ് ഈറ്റ് ഫുഡ് അല്ലേ? ഫുഡ് കഴിക്കുന്നുണ്ട്. നോൺ ലിവിങ് തിങ്സോ? ദേ ഡോണ്ട് വാണ്ട് ഫുഡ് അല്ലേ? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഈറ്റ് ഫുഡ്. അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാനുള്ള എന്താണെന്ന് അറിയാമോ? ലിവിങ് തിങ്സ് മൂവ്. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സ് മൂവ് ഓൺ ദെയർ ഓൺ. ഹ്യൂമൻ ബീയിങ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ദ എബിലിറ്റി ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അല്ലേ? എന്താണ്? ഒരു ചലിക്കാനുള്ള കഴിവ് ആർക്കൊക്കെ ഉണ്ട്? ഹ്യൂമൻ ബീയിങ്സിനുണ്ട്, ബേർഡ്സിനുണ്ട്, ആനിമൽസിനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സോ? കെൻ യു സീ ദ തിങ്സ് ദാറ്റ് ക്യാൻ മൂവ് ഓൺ ഇറ്റ്സ് ഓൺ? ഈ നോൺ ലിവിങ് തിങ്സ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്കറിയാം ഏതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ് എന്നല്ലേ? നമ്മളെപ്പോലെ അവയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല അല്ലേ? നമുക്കെന്താണ്? അവയ്ക്കെന്താണ്? നമ്മുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നോൺ ലിവിങ് തിങ്സിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വാട്ടർ ബോട്ടിൽ എന്താണ്? നോൺ ലിവിങ് തിങ് ആണ് അല്ലേ? അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ബാഗിലേക്ക് നിങ്ങൾ വെച്ചു. പക്ഷെ അതെന്താണ്? വാട്ടർ ബോട്ടിൽ സ്വയം പോയതാണോ? അല്ല, അത് ആരാണ് ഹെൽപ്പ് ചെയ്തത്? നിങ്ങൾ ഹെൽപ്പ് ചെയ്തതാണ്. അങ്ങനെ മറ്റൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത്? നോൺ ലിവിങ് തിങ്സിനും മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ലിവിങ് തിങ്സിനും മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡസ് ദ ട്രീ മൂവ്സ്? ട്രീ മൂവ് ചെയ്യാറുണ്ടോ? ക്യാൻ ദേ മൂവ്? അവയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയുമോ? എന്താണ്? യെസ്. എന്താ ഉത്തരം? നോ അല്ലേ? എന്താണ്? ട്രീസൊക്കെ മൂവ് ചെയ്യാൻ അവയ്ക്ക് കഴിയില്ല. പക്ഷെ എന്താണ്? അവ ലിവിങ് തിങ്സ് ആണ്. അവ എങ്ങനെയാണ് മൂവ് ചെയ്യുക? വെൻ ദ വിൻഡ് ബ്ലോസ് ദ ബ്രാഞ്ചസ് ആൻഡ് സ്വിങ് ആൻഡ് ലീവ്സ് ആർ ഡാൻസിങ് അല്ലേ? എങ്ങനെയാണ്? ഇപ്പോൾ വിൻഡ് വരുമ്പോൾ, കാറ്റ് വരുന്ന സമയത്ത് അവ മൂവ് ചെയ്യുകയാണ് അല്ലേ? അവ ഇളകാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? ട്രീസിന് കഴിയില്ല. സം പ്ലാന്റ്സ് ഓൾസോ ഷോ ദർ മൂവ്മെൻറ്റ്. പക്ഷെ എന്താണ്? ചില പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? എ പോട്ടഡ് പ്ലാന്റ് ഗ്രോസ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് സൺലൈറ്റ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലേ? ആ ലാസ്റ്റിൽ പിക്ചർ കണ്ടോ? ഒരു ചെടിച്ചട്ടിയിൽ നിന്നും ഒരു പ്ലാന്റ് കണ്ടോ? അങ്ങനെ വളർന്ന് എവിടെയാണോ സൺ ഡയറക്ഷൻ കണ്ടോ? സൺലൈറ്റ് കിട്ടുന്നത് ആ ഡയറക്ഷനിലേക്ക് പോകുന്നത് കണ്ടോ? അങ്ങനെ മൂവ് ചെയ്യാനേ കഴിയുള്ളൂ കേട്ടോ. ഇനി ആ പിക്ചറിൽ നോക്കിക്കേ, ഹ്യൂമൻ ബീയിങ്സ് വാക്ക് അല്ലേ? ഹ്യൂമൻ ബീയിങ്സിന് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? അവ നടന്നു പോകുന്നുണ്ട്. ദെൻ ബേർഡ്സ് ഫ്ലൈ വിത്ത് വിങ്സ്. എങ്ങനെയാണ് ബേർഡ്സ്? അവ പറക്കുന്നത് അവയുടെ എന്തുപയോഗിച്ചിട്ടാണ്?
വിങ്സ് അല്ലേ? വിങ്സ് എന്താണ്? ചിറക് അല്ലേ? ബേർഡ്സ് ഫ്ലൈ വിത്ത് വിങ്സ്. ദെൻ ഫിഷ് എങ്ങനെയാണ്? ഫിഷ് യൂസ്ഡ് ദർ ഫിൻസ് ടു സ്വിമ്മിങ്. ഫിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടോ ഒരു മുള്ളു പോലുള്ളൊരു ഭാഗം കണ്ടോ? അവയ്ക്ക് നീന്താൻ സഹായിക്കുന്നവയാണ് അവ. അങ്ങനെയാണ് അവ മൂവ് ചെയ്യുന്നത്. ആനിമൽസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് യൂസ്ഡ് ദർ വിങ്സ് ഫോർ ഫ്ലൈ. ഫിഷ് യൂസ്ഡ് ദർ ഫിൻസ് ടു സ്വിമ്മിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു നോൺ ലിവിങ് തിങ്സിന് എന്താണ്? നോൺ ലിവിങ് തിങ്സ് കനോട്ട് മൂവ് ഓൺ ദർ ഓൺ. അവയ്ക്ക് സ്വന്തമായിട്ട് ചലിക്കാൻ കഴിയില്ല. മൈ ഡിയേഴ്സ്, അനദർ പോയിന്റ് ഈസ് ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ. എന്താണ്? ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ. ലിവിങ് തിങ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ലേ? ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ അറൗണ്ട് ദം. അവൻ്റെ ചുറ്റുപാടുമായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ലിവിങ് തിങ്സിന് മനസ്സിലാവുന്നുണ്ടല്ലേ? വി ഫീൽ ഹോട്ട് വെൻ വി ടച്ച് എ ഹോട്ട് ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഒരു ചൂടുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തൊടുകയാണെങ്കിൽ എന്താണ്? വി ഫീൽ പെയിൻ അല്ലേ? നമുക്കെന്താണ്? വേദന അനുഭവപ്പെടും. നമ്മൾ എന്ത് ചെയ്യും? ആ കൈ വേഗം അങ്ങോട്ട് വലിക്കും. അതെന്താണ്? നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഓടി കളിക്കുകയാണ് മുറ്റത്തൊക്കെ ഓടി കളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായി? തെന്നി വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ്? ആ വേദന നമ്മൾ അറിയുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ. അങ്ങനെയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സോ? നോൺ ലിവിങ് തിങ്സിന് ഫീൽ ചെയ്യോ? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. നോൺ ലിവിങ് തിങ്സിന് എന്താണ്? ഫീൽ ചെയ്യാൻ കഴിയില്ല. നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഓൾസോ റിയാക്ട് അവർ സറൗണ്ടിങ്സ്. ലിവിങ് തിങ്സ് ഓൾ ഹാവ് സെൻസ് ഓർഗൻസ് ടു ഫീൽ. ത്രൂ ദിസ് ഓർഗൻസ് ദേ ഫീൽ ചേഞ്ചസ് ഓഫ് സറൗണ്ടിങ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കുറച്ച് അവയവങ്ങൾ, സെൻസ് ഓർഗൻസ് ഉണ്ട്. അതുവഴിയാണ് ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അതുവഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫീൽ ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പോൾ ലിവിങ് തിങ്സിന് എന്താണ്? അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് പഠിക്കേണ്ടത്? ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സോ? ഇപ്പോൾ പ്ലാന്റ്സിലല്ലേ ലീവ്സ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഏതാണ്? അതിനെന്താ പറയുക? തൊട്ടാവാടി അല്ലേ? അത് കണ്ടിട്ടില്ലേ നിങ്ങൾ? വെൻ വി ടച്ച് ഇറ്റ്സ് ലീവ്സ് സഡൻലി ദ ലീവ്സ് ആർ ക്ലോസ്ഡ് അല്ലേ? എന്താ സംഭവിക്കുക? നമ്മളതിൻ്റെ ഇലയിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആ ലീവ്സ് ക്ലോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സം പ്ലാന്റ്സ് ഷോ ദർ ഫീലിങ്സ് അല്ലേ? എന്താണ്? ചില പ്ലാന്റ്സ് അവരുടെ ഫീലിങ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക, മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടാവും ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. അപ്പോൾ തൊട്ടാവാടിയുടെ ലീഫിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താണ്? അത് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇനി നമ്മുടെ നോൺ ലിവിങ് തിങ്സ്, ഇപ്പോൾ നിങ്ങളുടെ ഡോള്, ബാറ്റ്, ബോളൊക്കെ ഇല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ അടിക്കുകയോ പിച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ? റെസ്പോണ്ട് ചെയ്യുമോ? ഡസ് ഇറ്റ് ക്രൈ? അത് കരയോ? ഇപ്പോൾ നിങ്ങളുടെ ബോള് നിങ്ങൾ എടുത്തിട്ട് അതിനെ അടിക്കുകയാണ്. ഡസ് ഇറ്റ് ക്രൈ? നോ, നെവർ അല്ലേ? അതെന്താണ്? അതിന് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയേണ്ടത്? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. അപ്പോൾ എന്താ പറയേണ്ടത്? ലിവിങ് തിങ്സ് ക്യാൻ ഫീൽ. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഫീൽ. Another important point is living things give birth to young ones. എന്താണ്? living things give birth to young ones. living things അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട് അല്ലേ? ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് സ്നേക്സ് ഗിവ് ബർത്ത് ബൈ ലേയിങ് എഗ്സ്. ബേർഡ്സും ഇൻസെക്ട്സും സ്നേക്കൊക്കെ എങ്ങനെയാണ്? ബർത്ത് ബൈ ലേയിങ് എഗ്സ്, മുട്ട വിരിയിക്കുകയാണല്ലേ? മുട്ട വഴിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ വേറെ ചില ആനിമൽസൊക്കെയോ? കൗ, ഡോഗ്, കാറ്റ്, ഹ്യൂമൻ ബീങ്സ് അവരെങ്ങനെയാണ്? അവർ ഗേവ് ബർത്ത് ടു ദർ യങ് വൺ അല്ലേ? എങ്ങനെയാണ്? ഡയറക്റ്റ്ലി ഗേവ് ബർത്ത് ടു ദർ യങ് വൺ. അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സം ആനിമൽസ് എങ്ങനെയാണ്? ബർത്ത് ബൈ സം ആനിമൽസ് ഗേവ് ബർത്ത് ബൈ ലേയിങ് എഗ്സ് and some animals give birth to young ones directly. Okay,
അപ്പോൾ എന്താണ് ഇതിൽ പിക്ചറിൽ കണ്ടോ എന്തൊക്കെയാണ്? ചിക്സൊക്കെ ഉണ്ട് അല്ലേ, സ്നേക്ക് ഉണ്ട്, ക്യാറ്റ്, ഫ്രോഗ്, ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അപ്പോൾ ഈ ഫ്രോഗ് അതുപോലെ തന്നെ ഹെന്ന്, സ്നേക്ക് അതൊക്കെ എന്താണ്? എങ്ങനെയാണ്? ദേ റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്. മുട്ടയിട്ടിട്ടാണല്ലേ കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ ക്യാറ്റും ഇല്ലേ, അവരോ ഡയറക്റ്റ്ലി ഗേവ് ബർത്ത് ടു ദെയർ യങ് വൺ അല്ലേ, അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലിവിങ് തിങ്സിനുള്ളൊരു സവിശേഷതയാണ്. ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് സ്നേക്സ് ഗീവ് ബർത്ത് ബൈ ലേയിങ് എഗ്സ്. Animals such as cows, dog and cats give birth to young one just like human beings. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഹാവ് സീഡ്സ്. പ്ലാന്റ്സ് എങ്ങനെയാണ് പുതിയ പ്ലാന്റിനുണ്ടാക്കുന്നത്? സീഡ്സ് വഴിയാണ്, അതിൻ്റെ വിത്ത് വഴിയാണ് അല്ലേ. അതിൻ്റെ ഇപ്പോൾ മാംഗോൻ്റെ സീഡ് കണ്ടിട്ടില്ലേ? അത് വേറൊരു ഭാഗത്ത് വളർന്നിട്ട് പുതിയ പ്ലാന്റായി മാറുക ചെയ്യുന്നത്. ഇപ്പോൾ സീഡ് വഴിയാണ് ഇവ പുതിയ ചെടികൾ ഉണ്ടാകുന്നതല്ലേ. മോസ്റ്റ് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ് അല്ലേ. അധികവും എന്താണ് സീഡ്സ് വഴിയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ വേറെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് അല്ലേ, കൊമ്പൊക്കെ മുറിച്ച് നട്ട് പിടിപ്പിക്കുന്നതുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ഹാവ് സീഡ്സ്. മോസ്റ്റ് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. അധികവും എന്താണ് സീഡ്സ് വഴിയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നോൺ ലിവിങ് തിങ്സ് എന്താണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമോ? ഇല്ല അല്ലേ. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗീവ് ബർത്ത് ടു യങ് വൺസ്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ വലിയൊരു ഡോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഡോള് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിന് കുഞ്ഞുങ്ങളുണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗീവ് ബർത്ത് ടു യങ് വൺസ് അല്ലേ. അതിൽ യങ് വൺസ് എന്താണ്? യങ് വൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവില്ല. ലാസ്റ്റ് പോയിൻ്റ് ഈസ് ലിവിങ് തിങ്സ് ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ. ലിവിങ് തിങ്സ് വളരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ അങ്ങനെ വളർന്ന് എന്താകും? അവസാനം അത് മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് അല്ലേ. പക്ഷേ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ അല്ലേ. നോൺ ലിവിങ് തിങ്സ് ഇങ്ങനെ വളർന്ന് പ്രായമായിട്ട് മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടോ? ഇല്ല. അതിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ ടോയ്സൊക്കെ നിങ്ങൾ എത്രമാത്രമാണോ സൂക്ഷിക്കുന്നത്, ടോയ്സ് എന്നല്ല ബാക്കി വീട്ടിലുള്ള പല സാധനങ്ങളും നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് അത് കുറേ കാലം നിൽക്കും അല്ലേ. പക്ഷേ ഹ്യൂമൻസ് അതുപോലെ തന്നെ ആനിമൽസ്, ബേർഡ്സൊക്കെ എങ്ങനെയാണ്? അവ ഗ്രോ ചെയ്യും, വളരും അല്ലേ. വളർന്നിട്ട് എന്താവും? പ്രായമാകും. എന്നിട്ട് അത് മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക? ലിവിങ് തിങ്സ് ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ. വളർന്ന് വയസ്സായി മരിക്കുന്നു. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ. എന്താണ്? നോൺ ലിവിങ് തിങ്സിന് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ലിവിങ് തിങ്സിനുണ്ടാവുന്ന കാര്യങ്ങളും നോൺ ലിവിങ് തിങ്സിനുണ്ടാവുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ലിവിങ് തിങ്സിനുണ്ടാവുന്നതിന് കൂടെ എന്താണ്? അതിൽ ഡു നോട്ട് ചേർത്ത് കൊടുത്താൽ എന്താണ്? ഡു നോട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ലിവിങ് തിങ്സിനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു 7 പോയിൻറ്റ്സ് ഉള്ളതല്ലേ. ബ്രീത്ത്, ഗ്രോ, ഈറ്റ് ഫുഡ്, മൂവ്, ഫീൽ, ഗിവ് ബർത്ത് ടു യങ് വൺസ്, ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ അല്ലേ. ബ്രീത്ത് എന്താണ്? ശ്വസിക്കും. ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരുക. ഈറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക. മൂവ് അനങ്ങാൻ കഴിയുക. ഫീൽ നമുക്ക് അറിയാൻ കഴിയുക. ഗിവ് ബർത്ത് ടു യങ് വൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുക. ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ എന്ന് പറഞ്ഞാൽ വളർന്ന് പ്രായമായി മരിക്കുന്നു. പക്ഷേ ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സിനുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാ പറയുക? ഡു നോട്ട് ബ്രീത്ത്, ഡു നോട്ട് ഗ്രോ, ഡു നോട്ട് ഈറ്റ് ഫുഡ്, ഡു നോട്ട് മൂവ്, ഡു നോട്ട് ഫീൽ, ഡു നോട്ട് ഗിവ് ബർത്ത് ടു യങ് വൺസ്, ഡു നോട്ട് ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ. അപ്പോൾ നിങ്ങൾ ലിവിങ് തിങ്സിൻ്റെ പോയിൻ്റ് മാത്രം പഠിക്കുക. പിന്നെ നോൺ ലിവിങ് തിങ്സിൻ്റെ പോയിൻ്റ് പഠിക്കാൻ ഈസി അല്ലേ. എന്താ കാര്യം? അതിൻ്റെ ഫ്രണ്ടിലൊരു ഡു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോൺ ലിവിങ് തിങ്സിൻ്റെ ഫീച്ചേഴ്സും കാണാതെ പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരു 7 പോയിൻറ്റ്സ് ഉള്ളതല്ലേ. മിസ് പറയുമ്പോൾ കൂടെ പറയാം കേട്ടോ. ബ്രീത്ത്, ഗ്രോ, ഈറ്റ് ഫുഡ്, മൂവ്, ഫീൽ, ഗിവ് ബർത്ത് ടു യങ് വൺസ്, ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ. ഡു നോട്ട് ബ്രീത്ത്, ഡു നോട്ട് ഗ്രോ,
do not eat food, do not move, do not feel, do not give birth to young ones, do not grow old and die. അപ്പോൾ ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നോൺ ലിവിങ് തിങ്സ് എന്താ? ഡു നോട്ട് ബ്രീത്ത്. ലിവിങ് തിങ്സ് ഗ്രോ, നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ഗ്രോ. ഈറ്റ് ഫുഡ്, ഡു നോട്ട് ഈറ്റ് ഫുഡ്. മൂവ്, ഡു നോട്ട് മൂവ്. ഫീൽ, do not feel. Give birth to young ones, do not give birth to young ones. Grow old and die, do not grow old and die. കണ്ടില്ലേ? ഈസി അല്ലേ പഠിക്കാൻ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പറഞ്ഞത് പഠിക്കുക. My dears, now let's do our exercise. Yes. You can see a question there. Name any two things we find in our environment. First question എന്താണ്? നിങ്ങളുടെ പരിസ്ഥിതിയിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെൻറ്റിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കളുടെ പേരെഴുതാം. എന്തെഴുതാം? നമുക്ക് ട്രീ എഴുതാം അല്ലേ? പിന്നെയോ? പിന്നെ ആനിമൽസ് എഴുതാം അല്ലേ? ബേർഡ്സ് എഴുതാം. മൗണ്ടെയിൻ, മലകളുണ്ടെങ്കിൽ മൗണ്ടെയിൻ എഴുതാം. റിവർ ഉണ്ടെങ്കിൽ റിവർ എഴുതാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് എനി ടു എക്സാമ്പിൾസ് ഓഫ് മാൻ മെയ്ഡ് തിങ്സ്. നമ്മൾ പഠിച്ചതാണല്ലേ ഒരുപാട് മാൻ മെയ്ഡ് തിങ്സ്. യു ചെക്ക് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒന്ന് ചെക്ക് ചെയ്യൂ. എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത്? ഏതും എഴുതാം, ഏത് മാൻ മെയ്ഡ് വസ്തു എഴുതാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ 2 എഴുതുകയാണ്. നിങ്ങൾ അതന്നെ എഴുതണമെന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ റീഡ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അവിടെ ആൻസർ എഴുതാം. കണ്ടില്ലേ? ഡോട്ട് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ 2 മാത്രമല്ല, നിങ്ങൾക്ക് എത്ര എണ്ണം അറിയുന്നത് അത് മുഴുവനും എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, നെയിം എനി 2 ലിവിങ് തിങ്സ്. ഏതെങ്കിലും 2 ലിവിങ് തിങ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആനിമൽസും ഹ്യൂമൻസും മാത്രമാണോ ലിവിങ് തിങ്സ്? അല്ല, ബേർഡ്സ്, പ്ലാന്റ്സ്, ഇൻസെക്ട്സ് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം എനി 2 നോൺ ലിവിങ് തിങ്സ്. നോൺ ലിവിങ് തിങ്സിൻ്റെ പേര് എഴുതാനാണ്. 2 എന്നാ കൊടുത്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ എഴുതാം അല്ലേ? നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ടോയ്സ്, നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള നോൺ ലിവിങ് തിങ്സിൻ്റെ പേരൊക്കെ അവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ദ പ്ലാന്റ് ദാറ്റ് ക്ലോസസ് ഇറ്റ്സ് ലീവ്സ് വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. ഏത് പ്ലാന്റിനാണ് നമ്മൾ അതിൻ്റെ ലീഫ് ടച്ച് ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നത്? ലീഫ് ക്ലോസ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണ്? യെസ്, ടച്ച് മീ നോട്ട് പ്ലാന്റ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സിൻ്റെയും ഡിഫറൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് വിശദീകരിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നോട്ടിലേക്ക് എഴുതേണ്ടതെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത എക്സസൈസ് ഉണ്ടല്ലോ, ആ എക്സസൈസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വൃത്തിയായിട്ട് എല്ലാവരും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒരു 2 ടൈംസ് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നമ്മൾ വൈകുന്നേരം ക്ലാസ് ഉണ്ടാവില്ലേ, അപ്പോഴേക്കും 2 ടൈംസ് നിങ്ങൾ നിർബന്ധമായിട്ടും അത് റീഡ് ചെയ്യണം. ഓക്കെ.